ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഫാമിലിയും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ചെറുതായിട്ടൊരു ചാറ്റൽ മഴയും കാര്യങ്ങളോട് കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അപ്പോൾ വെള്ളമായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, കാരണം പൊടിയായിട്ടൊരു ചാറ്റൽ മഴ അങ്ങനെ വന്നു, പിന്നെ അത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷാനയ്ക്ക് രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് തീരുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ. ഇന്ന് രാവിലെ മദ്രസയിൽ വിളിച്ചപ്പോൾ ഒരാൾ പറയേ ഞാൻ ഉറങ്ങിയിട്ടില്ല. അത് എന്ത് ഒന്നും മനസ്സിലായില്ല. മറ്റേ ജാൻമണി സംസാരിച്ച പോലെ ഉണ്ടല്ലോ. എന്താ പറഞ്ഞേ? പുറത്ത് വിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് മടിയായിട്ട് ഞാൻ പുറത്ത് വെച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എണീച്ചിരുന്നു. ഞാൻ വേഗം പുറത്ത് വിരിച്ചിട്ട് പുലർച്ചെല്ലേ നീ പുതപ്പെടുത്ത് വിരിച്ചത്. അവിടുന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അലാറം അടിച്ച്. അതെന്റെ തെറ്റാണോ? ഇതെന്താ അവിടെ മടക്കി വെച്ചിരുന്നു? അത് നീ മുടി നേരവണ്ണം ഹെയർ ബാൻഡ് വെക്കാത്തോണ്ട് മുടി വരുന്നതാണ്. മക്കനെ കയറ്റി വെക്കണ്ട. ഓക്കെ, അപ്പോൾ 7 മണിയായി. 7:05 അല്ലെങ്കിൽ 7:10 ആകുമ്പോഴേക്കിനും വണ്ടി വരും. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ. പിന്നെ വണ്ടി വരാൻ ഏകദേശം ഒരു 5-10 മിനിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഓരോ കാര്യങ്ങളെല്ലാം സ്കൂളിലെ മദ്രസയിലേയും ഒക്കെ പറയും കേട്ടോ. അപ്പം ഇനി എത്ര പേപ്പർ കിട്ടാനുണ്ട്, എത്രണ്ണം കിട്ടി, അതിൻ്റെ മാർക്ക് കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും ഒരു 5-10 മിനിറ്റ് നേരത്തെ തന്നെ ഷാന റെഡി ആയിരിക്കും. കാരണം വണ്ടി വന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യലും നല്ലതല്ലേ, നമ്മൾ വണ്ടീനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഷാന മദ്രസയിലോട്ട് വണ്ടിയൊക്കെ വന്നപ്പോൾ പോയി. ഞാനിതാ മുറ്റടിച്ചു വരാനായിട്ട് ഇറങ്ങിയിട്ടത്. അടിച്ചു വാരെന്നൊന്നും പറയില്ല, സത്യത്തിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു കേട്ടോ. ഞാൻ എന്തായി കാട്ടിക്കൂട്ടണമെന്നുള്ളത്. ചൂലൊക്കെ പിടിച്ചിക്കണ കണ്ടാൽ ജന്മത്ത് മുറ്റടിച്ചു വരാത്ത ആളാണെന്നൊക്കെ തോന്നൂല്ലേ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും മുന്നത്തെ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, ഒരു വലിയ സൈസ് മെറ്റലിട്ട കാരണം നമുക്ക് അടിച്ചു വാരാൻ എന്തായാലും റിസ്ക് ആണ്. കാരണം അത്രയും എന്താ പറയുക, ചപ്പ് കാര്യങ്ങളൊന്നും മുറ്റത്ത് വരാറില്ല കേട്ടോ. അത് അപ്പുറത്തെ തൊടിയിലൊരു മരമുള്ള കാരണം ഞാൻ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് ഇലകൾ ഇങ്ങനെ വീഴുന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള എന്താ പറയുക കച്ചറയും കാര്യങ്ങളൊന്നും നമ്മുടെ മുറ്റത്ത് ഉണ്ടാവാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചൂല് പിടിച്ചിങ്ങനെ തട്ടി തട്ടി എടുക്കുന്നത് കേട്ടോ. ഒരു 5-10 ഇല മാത്രമേ ഉണ്ടാവൂ കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലൊരു അടക്ക എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസം അവിടെ അടക്ക പറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തൊടിയില്ല, അപ്പോൾ തെറിച്ചതായിരിക്കാം. ഞാനതെടുത്ത് അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുത്തു, കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം തെങ്ങിൻ്റെ ഇടയിൽ കാര്യങ്ങളൊക്കെ ഇതാ ഇലകളുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു 2-3 ദിവസം കൂടുമ്പോഴേ കയറാറുള്ളൂ കേട്ടോ. കാരണം അത്ര എന്താ പറയുക ഇലകളൊന്നും ആ ഒരു ഭാഗത്തേക്ക് വരാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മൾ വാങ്ങുമ്പോൾ ഒരു എന്താ പറയുക ചട്ടിയിൽ തന്നെ ഒരു 4 എണ്ണം വരുന്ന പോലെയുള്ള പ്ലാന്റ് ആയിരുന്നു. അതിന് ഞങ്ങൾ വേർപെടുത്തിയിട്ട് 4 സൈഡിലായിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടതാണ് കേട്ടോ. 4 നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ നിൽക്കുന്ന ലെങ്ത് കണ്ടാൽ അറിയാൻ പറ്റും. പക്ഷെ ആ ഒരെണ്ണത്തുമ്പോൾ തന്നെ അതിൻ്റെ ഡബിളായിട്ട് പിന്നെയും ഇങ്ങനെ എന്താ പറയുക പൊങ്ങിയിട്ട് പുതിയ പുതിയ തൈകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ തെങ്ങാണ്, എന്തോ ഗംഗാ ബോണ്ടോ അങ്ങനെ എന്തോ ആണ്, 3 വർഷം കൂടുമ്പോൾ കായ്ക്കുന്ന തെങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുഴിച്ചിട്ടേക്കുന്നത്. അള്ളാഹു ആലം. പക്ഷെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലകൾ ഓല വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് അൽഹംദുലില്ലാ നമ്മുടെ ചിക്കുവിൻ്റെ തൈയിൽ ചെറുതായിട്ട് ഇങ്ങനെ ചിക്കുവിൻ്റെ ആ ഒരു സൈസിൽ ഇങ്ങനെ ഒരു കുരുമുളക് സൈസിൽ ഇങ്ങനെ ചിക്കു ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉണ്ടാവുമ്പോൾ എന്തായാലും കാണിക്കാം. അപ്പോൾ ഒരു സന്തോഷം, കാരണം ഒരു കുഞ്ഞു തൈയാണ് കേട്ടോ. കുറേ നമ്മൾക്ക് അങ്ങനെ എന്താ പറയുക പൂവിടും അത് കൊഴിഞ്ഞു പോവും, പൂവിടും അത് കൊഴിഞ്ഞു പോവും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അൽഹംദുലില്ലാ ചെറുതായിട്ടൊക്കെ ഒന്ന് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കടഭാഗത്ത് പോലും എന്താ പറയുക പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം, കാരണം നമ്മൾ വെച്ചിട്ട് അതിൽ നിന്നൊരു ഫലം ഉണ്ടായി കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പൂവ് ഉണ്ടായി കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ ഇത് ഞാൻ മുന്നത്തെ ഷോർട്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരു ബുഷ് ടൈപ്പ് ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇതിന്മേൽ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് പല ഭാഗത്തായിട്ട് ഇതിനെ മുഴുവനായിട്ട് നട്ടുപിടിപ്പിക്കുക കേട്ടോ. പിന്നെ ഈ കറിവേപ്പിലയുടെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, കാരണം കുറേ കാലം അതങ്ങനെ നിന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അതാ ചെറുതായിട്ടൊക്കെ പുതിയ തൂമ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതും ഏകദേശം മണ്ണിൽ പിടിച്ചു എന്ന് തന്നെ പറയാം.
പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേഗം അതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തോട്ട് കയറി. കാരണം ഷാനാക്ക് ചോറൊക്കെ കൊണ്ടുപോകാനുള്ള കാരണം തന്നെ വേഗം അടുപ്പത്ത് ചോറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഇഡ്ഡലി പാത്രത്തിലാണ് ചോറ് വെക്കുന്നത് കേട്ടോ. കാരണം കുക്കറിൽ കറിയുണ്ട്. അപ്പോൾ ഞാൻ കറി എന്താ പറയുക കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അത് കഴിയുന്നവരെയും പിന്നെ കുക്കറിൽ തന്നെ ആയിരിക്കും കേട്ടോ, അത് ഒഴിവാക്കുക ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ചോറ് വെക്കുന്ന ചെമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നുകൂടെ എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലിട്ട് വെക്കുന്നതാണ് കേട്ടോ. റേഷനരി ആയതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക സ്കൂൾക്ക് പോകാൻ നേരം ആകുമ്പോഴേക്കിനും മദ്രസ വിട്ട് വരുമ്പോഴേക്കിനും ഏകദേശം ചോറൊക്കെ ആവട്ടോ. പിന്നെ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ചായയുടെ കടിക്കുള്ള കട്ടൻ ചായയാണ് കേട്ടോ. അപ്പം ഇന്നെന്തായാലും ഉപ്പുമാവാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഒന്ന് മിന്നൂസിന് പാല് കാച്ചിയതും പിന്നെ ഒന്ന് നമ്മൾ ചായ ഉണ്ടാക്കിയതുമാണ് കേട്ടോ. അപ്പം അതിൽ ഒരു പാത്രം ഞാൻ കഴുകാതെ അങ്ങനെ ഒരു ചായപാത്രം ഇടും. കാരണം ചോറ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അരിപ്പക്കൊട്ടയിലോട്ട് അങ്ങനെ കൊട്ടിയിട്ട് വാർക്കാറാണ് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ എന്താ കോരിയിട്ട് ഊറ്റിയെടുക്കുക അങ്ങനത്തെ പരിപാടിയില്ല, മൊത്തമായിട്ട് അങ്ങോട്ട് കൊട്ടുക ചെയ്യുക കേട്ടോ. അപ്പം അതിനൊരു ചായപാത്രം എന്തായാലും പിന്നെ അത് കഴിഞ്ഞാലും കഴുകേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പം പിന്നെ അതവിടെ കഴുകാതെ സിങ്കിൽ തന്നെ ഇട്ടിട്ടോ ആ ഒരു പാത്രം. ബാക്കിയൊക്കെ ഇതുപോലെ കഴുകിയൊക്കെ എടുത്ത് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ അപ്പം തന്നെ ക്ലീൻ ആക്കി വെച്ചു. പിന്നെ ആ ഒരു ഭാഗം നീ നോക്കണ്ടല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇന്ന് റവ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ റവ ഉപ്പുമാവ് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. കാരണം ഇക്കാക്ക് റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ പൊട്ടുകടല ഇടണം കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ അത് ഇഷ്ടമല്ല. അപ്പം ഇക്കല്ലാത്ത കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ അതിലോട്ടുള്ള വലിയുള്ളിയും അതേപോലെ പച്ചമുളക് കറിവേപ്പില ഒക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നെയ്യിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കൂടുതലും ഉപ്പുമാവ് നെയ്യിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. നെയ്യില്ലെങ്കിൽ മാത്രം ഓയിൽ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മൾ ഫ്രൈ പാനിൽ നെയ്യൊക്കെ ചൂടായി വന്നപ്പോഴേക്കിനും വലിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായി വഴന്ന് വരുന്ന വരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പം എനിക്ക് എന്താ പറയുക വുഡിൻ്റെ തവി ഇല്ലാത്ത കാരണം ഞാൻ സ്റ്റീലിൻ്റെ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം കോട്ടിങ് വേഗം നാശമാവും കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാം, എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഉള്ളി അടച്ചു വെച്ചൊന്നും വഴറ്റാറില്ല കേട്ടോ. കുറച്ച് നേരം അത് തുറന്നു വെച്ചിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും അതേപോലെ കറിവേപ്പിലയും എന്താ പറയുക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മുന്നേ നമ്മൾ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ഈ സ്റ്റീൽ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. പക്ഷെ എന്നിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അളവ് കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അത് നമുക്ക് പാകമായിരിക്കും. അപ്പം ഈ വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളിതാ റവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെള്ളം ആ ഒരു പൊടിയുടെ മുകളിൽ ഇങ്ങനെ വരത്തക്ക വിധം പാകാക്കിയിട്ടാണ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് എൻ്റെ കണക്ക്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് കറക്റ്റ് 1 മിനിറ്റ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് രാവിലെ നടക്കുന്ന ഒരേ ഒരു കാര്യം ഇതും, പിന്നെ അതേപോലെ എനിക്ക് ദോശയാണ് കേട്ടോ മെയിനായിട്ട്. പിന്നെ വല്ല ചിക്കൻ കറിയോ അതേപോലെ വേറെ ബീഫോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ചപ്പാത്തിയും പത്തിരിയും ഒക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അല്ലാത്തപ്പം ഇതാണ്. സുന്ദരി പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് വന്നിരിക്കണേ. മിന്നൂസ് ഉറങ്ങി എഴുന്നേറ്റിട്ടേ അടുക്കളയ്ക്ക് തെരഞ്ഞു വന്നേക്കണോട്. ലൈറ്റൊക്കെ ആയ കാരണം കണ്ണന്നെ മുഴിയണില്ല. മിന്നിയ പാലച്ചന്നെ മിന്നൂസ് എഴുന്നേറ്റ് വരുമ്പോഴേക്കിനും പാലൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ പാലും കുപ്പിയൊക്കെ കഴുകണേണ്ട ഭയങ്കര സീന. അപ്പം അതൊക്കെ ചെറിയ ചൂടോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലേ ഇതെന്താ അത് ഒന്നൊക്കെ കാണിക്കുന്നു പിന്നെ എന്താ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ടല്ലോ അല്ലേ. പിന്നെതാ 5 സ്ലീവ് കൈയൊക്കെ ഉള്ള ടീഷർട്ടാണ് ഇട്ടേക്കണത് കേട്ടോ. ഇതെങ്ങനെ 5 സ്ലീവ് ആയി മിന്നു? താത്താരെ ടീഷർട്ടാണ്, മുട്ട് വരെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് ഇങ്ങനെ ഷേപ്പ് പിടിച്ചു കൊടുക്കും കേട്ടോ. അപ്പം പെട്ടെന്ന് കണ്ടാൽ ഇവരുടെ കിഡ്സിൻ്റെ ഒക്കെ ഫ്രോക്കാണെന്നേ തോന്നുള്ളൂ. അപ്പം അങ്ങനെ കുറേ ടീഷർട്ടുകളുണ്ട്. താത്താക്ക് വേഗം
സൈസ് മാറണം. താത്ത ഹൈറ്റ് വെച്ച് പോവുകയാണ് അല്ലേ? അപ്പം ഇനി രണ്ടാമത്തെ കുട്ടികളുണ്ടെങ്കിൽ മൂത്ത കുട്ടികളുടെ പഴയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെറുക്കാവെന്ന് പറഞ്ഞാൽ നിർത്തിയൊന്നുമല്ല കേട്ടോ. ഞാനങ്ങനെ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കാറില്ല. അധികം മുഷിയാത്തത് അല്ലെങ്കിൽ ഇത്തിരി പുതിയതായി തോന്നിയ ടീഷർട്ടുകളൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കും കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഈ പൊങ്ങി നിൽക്കുന്ന ഫ്രോക്സ് അങ്ങനെയൊക്കെ ഇടുന്നതിലും നല്ലത് ഇവർക്ക് ഒന്നും കൂടെ സുഖമായിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതുപോലത്തെ ടീഷർട്ട് കാര്യങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലത്. മറ്റേ ഉടുപ്പുകളും കാര്യങ്ങളൊന്നും ഇവൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ അയക്കാറുമില്ല കേട്ടോ. എന്താ പറയുക, അതിങ്ങനെ പിടിച്ചു വലിക്കും. എന്താ വേണ്ട വേണ്ട പറഞ്ഞിട്ട്. വേണ്ട പറയില്ല, അതിങ്ങനെ പിടിച്ച് വലിക്കണണ്ട അറിയാം ആൾ കംഫർട്ട് അല്ല എന്നുള്ളത്. അപ്പം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് അല്ലേ? ദിക്റല്ലാണ്. ഞങ്ങളിൽ ഇത് കണ്ടിട്ട് എവിടുന്നോ അവളെ പെട്ടിയിൽ പഴയതുണ്ടായിരുന്നു. ആ ഓ അപ്പതാ ഞങ്ങളെപ്പോലെ വിരലിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെല്ലി നടക്കുക. ചെറുപ്പത്തിലെ ദീനിയായോ? ആയോ മിന്നോ? ഇതെന്താ കയ്യില്? ആ നീ ദിക്ർ ചെല്ലിയ നോക്ക്. അതേപോലെ വിരലിലൊക്കെ ഇട്ട് വെച്ചേക്ക. ഒരു അവട്ടിക്ക അപ്പൊ തരുമോ മിന്നോ? ആ വേഗം ചെല്ലിക്കൂടും. ആ ചെല്ല് ചെല്ല്. എങ്ങനെ ചെല്ലുക? അതാ അതെവിടെയെങ്കിലൊക്കെ പോയിട്ട് കാണാതായി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സീനാണ്. ഏതെങ്കിലും ആ ആ ആ ചൊല്ലിക്കോ ചൊല്ലിക്കോ. ഇതിങ്ങനെ അമർത്തിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ കംപ്ലൈന്റ് ആയ കാരണം ഡിസ്പ്ലേ ഒന്നും കാണില്ല കേട്ടോ. അപ്പൊ നമ്മുടേത് എവിടെയെങ്കിലും ഇരിക്കണം കണ്ടാൽ പിന്നെ അതെടുക്കും. അപ്പൊ ഇങ്ങനെ നമ്പർ മാറണം കണ്ട ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ഇവിടെ വാങ്ങിച്ചു കൊടുക്കണേല് ഡിസ്പ്ലേ കാണാത്തോണ്ട് ആൾക്ക് വലിയൊരു താല്പര്യമില്ല. ആ ആ ആ താത്ത എവിടെ? താത്ത ഒന്ന് താത്ത പറഞ്ഞ. മറ്റേ ആദ്യമൊക്കെ ചെറുപ്പത്തില് നല്ല താത്ത താത്ത എപ്പോഴും വിളിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, എപ്പോഴെങ്കിലും ഒന്ന് താത്ത. ആദ്യം പഠിച്ച വാക്ക് തന്നെ താത്ത എന്നുള്ളതാ. അപ്പൊ താത്തയൊക്കെ പോയി അല്ലേ? താത്ത ആ ആ നീ ചെല്ലണതാണോ? അമ്മച്ചിക്കൊന്നും മനസ്സിലാവണില്ലേ? പിന്നെ ഇതാ ഷാനാക്ക് ലഞ്ചിനായിട്ട് ഞാൻ ഇതുപോലെ എന്താ പറയുക മുസമ്പി കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇടയിൽ ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ മാറ്റി മാറ്റി കൊടുക്കും. ഇടയിൽ 2 ഫ്രൂട്ട്സ് മിക്സ് ആക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് എന്താ പറയുക മുസമ്പി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തൊലി ഇതുപോലെ ഞാൻ ഇവിടെ നിന്ന് തന്നെ കളഞ്ഞ് അങ്ങനെ പാത്രത്തിലാക്കി കൊടുക്കാറാണ് കേട്ടോ. പിന്നെ അവിടെ പോയി കഴിഞ്ഞ് 2 കൈ വെച്ചൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ അവരുടെ കയ്യിലൊക്കെ ഇതിൻ്റെ നീരും ആകെക്കൂടെ ഒരുമാതിരിയാവും. അപ്പം ഞാൻ അങ്ങനെ തൊലി ഇവിടുന്ന് തന്നെ കളഞ്ഞു കൊടുക്കാറാണ് കേട്ടോ ചെയ്യുക. അപ്പം അവർക്ക് ജസ്റ്റ് അവിടെ നേരെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു ഡപ്പയിലാണ് കേട്ടോ ഞാൻ ആക്കി കൊടുക്കുന്നത്. ലഞ്ച് സ്കൂൾക്ക് കൊണ്ടുപോകാൻ പാടില്ല. മറ്റു കുട്ടികൾ കൊണ്ടുവരുന്ന കാരണം ഇപ്പോൾ ടീച്ചർ സമ്മതിച്ചതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക സ്കൂള് ഓപ്പണിങ്ങിൻ്റെ സമയത്ത് തന്നെ ലഞ്ച് ബോക്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ ഒരു പാത്രത്തിലാക്കി കൊടുക്കുന്നത്. ആറായിട്ടുണ്ട്. ഷാന തിരക്ക് ഇട്ടിട്ടുള്ള റെഡിയാവെല്ലാണ് കേട്ടോ. കഴിക്കാനൊരു ഏകദേശം അരമണിക്കൂറേ എടുക്കുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ഒരു ഓട്ടായിരിക്കും. ഇതെന്താ മുടി ഇങ്ങനെ നിൽക്കണ്? മുടി ഇങ്ങനെ വെക്കണ്? ഇതെന്താ ഇവിടെ ഒന്നും ശരിയായിട്ടില്ലല്ലോ. ഇവിടെ ആ ഫ്രണ്ടിൽ ഇത് അവിടെ പൊങ്ങിക്കണ്. എങ്ങനെ? നീ അത് അഴിച്ചു കെട്ട്. മിന്നു അതിന്റെ ഇടയില് മിന്നു എന്താ വായയില് കുത്തി നിറച്ചിക്കണ്? ആ ബിസ്ക്കറ്റാ? എന്തി അമ്പോ ഇതേട്ടാ ഞാൻ എന്റെ കുട്ടി ടൈറ്റ് ചെയ്യാത്തോണ്ടാ. പോയിക്കോ പോയിക്കോ. അയ്യോ പൂച്ച കയറിയോ? ആ ഷെമ്മി ബാക്കിൽ നിറക്ക്. അവിടുന്ന് തിരിച്ചു വന്നിട്ടില്ല.
അവിടെ തിരിച്ചു വരണ്ടേ, കയറ്റം കയറണുള്ളൂ. എന്തെങ്കിലും എടുക്കാൻ മറന്നിക്കണോ? ഡയറി എടുത്തോ? എന്തേ വേറെ എന്തെങ്കിലും? പെൻസിൽ പൗച്ച്? നിന്ന് ക്വിസ് മത്സരം ഉണ്ടാവുമോ? അടുത്ത ക്വിസ് മത്സരം വരുമ്പോഴായിരിക്കും. ഏത്? രവീന്ദ്രനാഥയാണോ? അതന്നെയാണോ? ആ അപ്പോൾ ഷാൻ അങ്ങനെ സ്കൂൾ പോയതിന് ശേഷം ഇന്ന് പ്രത്യേകിച്ച് പരിപാടികൾ കാര്യങ്ങൾ പറയാനില്ല കേട്ടോ. കാരണം ചോറും കറിയും ഓൾറെഡി റെഡിയാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നിനും നിൽക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പം എൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളാണ് കേട്ടോ. അപ്പം എൻ്റെ ക്ലീനിങ് നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിരിക്കും. കാരണം ഈ ഒരു എന്താ പറയുക, തുടച്ചെടുക്കുന്ന ആ ഒരു ഭാഗം തന്നെ ഞാൻ 3 തവണകളായിട്ടാണ് ചെയ്യണത്, അല്ലെങ്കിൽ 3 ദിവസത്തിലാണ് ചെയ്യണത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? എൻ്റെ ക്ലീനിങ് ഇങ്ങനെയാണ് കേട്ടോ. കാരണം എല്ലാം ഒരുമിച്ച് വാരി വലിച്ചൊന്നും ചെയ്യാറില്ല. ഞാനിതായി ഒരു നിൽക്കുന്ന ആ ഒരു പോർഷനിൽ നീളത്തിൽ മാത്രം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ വൈസ് കാര്യങ്ങളൊക്കെ കഴുകി ഫുൾ അവിടെ കണ്ട് നീറ്റാക്കിയിടും കേട്ടോ. അപ്പോൾ നമ്മളിത് വീടിരിക്കുമ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, നമ്മൾ ഈ ഒരു എന്താ പറയുക പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ. അപ്പം അത് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുത്താൽ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടും. അപ്പം ആ ഒരു കൂടിൽ 3 കൂട് ഇങ്ങനെ നീളത്തിലുണ്ട്. അതിൽ 3 വെക്കുന്ന ഒരു പ്ലാന്റ്സും കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അതാണ് ഇന്ന് കഴുകാനായിട്ട് എടുക്കുന്നത്. പിന്നെ ഒരു ദിവസം ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറത്ത്, അങ്ങനെ അത് 3 ദിവസമായിട്ടാണ് ഞാനത് എന്താ പറയുക പൊടി തട്ടി ക്ലീൻ ചെയ്തെടുക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് വല്ലാതെ നമ്മുടെ തടിയുമേക്ക് ബാധിക്കില്ല. നമുക്ക് ഒരുപാട് ജോലി ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം ഒഴിഞ്ഞു കിട്ടും. വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഫുഡ് കാര്യങ്ങളും ഒക്കെ നമുക്ക് നേരത്തിന് റെഡിയാക്കുകയും ചെയ്യാം. അപ്പം ഈ ഒരു ഭാഗം മാത്രം ഞാൻ ഇന്ന് ക്ലീൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി അടുത്ത ദിവസം. അത്ര. ഇതിപ്പോൾ ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ലല്ലോ. കാരണം നമ്മളങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ അവിടെ ഫുള്ള് എപ്പോഴും നീറ്റായിരിക്കും കേട്ടോ. പിന്നെ ഈ കബോർഡിലും കാര്യങ്ങളിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ LED കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകല് വലിയ സംഭവമൊന്നും അല്ലെങ്കിൽ നൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഇനി ബാക്കി ഇൻഷാ അള്ളാ ആ ഒരു മേലിലെ ഭാഗവും അതേപോലെ ഇപ്പുറത്തുള്ള ആ ഒരു ഭാഗവും പിന്നെ അപ്പം അതൊക്കെ കഴിഞ്ഞ് അത് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് ഇതാ അലക്കി വെച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം എപ്പോഴും കസേരയിൽ ഇങ്ങനെ കുമിഞ്ഞ് കൂടി എന്താ പറയുക കുത്തമ്മീനാറ് പോലെ ഇങ്ങനെ ഹൈറ്റിൽ പോവുകയെന്നല്ലാതെ മടക്കി വെക്കാറില്ല കേട്ടോ. ഇപ്പൊ കുറച്ചായിട്ട് ഭയങ്കര ഡീസൻ്റ് ആണ്. കാരണം ആവുന്നത് തന്നെ അപ്പം മടക്കി വെച്ച് ആ പരിപാടി ഇങ്ങോട്ട് തീർക്കും. വേറെ എന്തായാലും ഇപ്പോൾ അത് കിടന്നൊന്ന് വെച്ചിട്ട് ഇപ്പോൾ വേറെ ആരും വന്ന് ചെയ്യാനില്ല, നമ്മൾ തന്നെ ചെയ്യണം. അപ്പം പിന്നെ അത് മേലേക്ക് മേലെ ഇട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് കാര്യങ്ങൾ വരുമ്പോൾ അത് അവിടെ നിന്ന് വാരി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പിന്നെ അപ്പുറത്തുനിന്ന് വാരി ഇപ്പുറത്തിട്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പം ജസ്റ്റ് അപ്പോൾ തന്നെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങോട്ട് തീർന്ന് കിട്ടുമല്ലോ. അതുകൊണ്ട് വേഗം തന്നെ മടക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഫാനൊക്കെ ഒന്ന് ഓണാക്കി നല്ല കൂളിങ്ങോട് കൂടിയിട്ട് തന്നെ മടക്കി വെക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ ഈ ഷോളുകളൊക്കെ ഇതുപോലെ റോൾ ചെയ്ത് വെക്കുക കേട്ടോ. ഈ കബോർഡ് കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ടാവും കേട്ടോ. അതേപോലെ ഈ പാൻറ്റും ഷോളും ഒക്കെ ഞാൻ ഇതുപോലെ റോൾ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം എടുക്കാനും കാണാനും അതേപോലെ കുറച്ച് സ്ഥലത്ത് ഒരുപാട് തുണികൾ കൊള്ളിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ കബോർഡിന് പ്രത്യേകിച്ച് അടപ്പൊന്നും ഇല്ലാത്ത കാരണം അവിടെ കുത്തി നടക്കുന്നില്ല, ഫുൾ അലമാരയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ മിന്നൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അതിന് ശേഷം ഇതാ ഒരു പഴമൊക്കെ കൊടുത്തു. ഇനിയിപ്പം ഉറങ്ങാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സെറ്റീമത്തെ ഈ ഒരു തലയണയും കൊണ്ട് കളിക്കലാണ്. അത് ഉരുട്ടി കളിക്കുക, അതിൽ കയറി നിൽക്കുക, കുറച്ച് സമയം അങ്ങനെ അവളെ പിന്നാലെ. എന്നാൽ പിന്നെ അവളെ കളി കഴിയട്ടെ പറഞ്ഞിട്ട് ഞാനും അത് നോക്കി അവിടെ നിന്നിട്ടോ. അതുമ്മ കയറാനാ നോക്കുന്നത്. കയറിക്കഴിഞ്ഞാൽ ഉരുണ്ടുപോയിട്ടുള്ള ആ ഒരു സുഖം കുട്ടി അറിയാത്തതുകൊണ്ടാണ്. എന്തായാലും കയറിയിട്ടില്ല, അതിമ്മ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പം ഇതൊന്നെങ്കിൽ സെറ്റീൻ്റെ താഴെ ഉണ്ടാവും അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് ഇടും. അപ്പം എപ്പോൾ കയറ്റി വെച്ചാലും അവൾ എടുത്തോണ്ട് പോയിട്ട് താഴേക്ക് ഇടും കേട്ടോ. അപ്പം എന്തായാലും അവളെ ഉറക്കി കിടത്തിയതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഇതെടുത്തൊക്കെ വെക്കൽ നടക്കുള്ളൂ. പിന്നെ അതേപോലെ അവളുടെ ടോയ്സ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഹാളിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പം പിന്നെ ഉറക്കി കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടിയിലൊക്കെ അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതാ കുറച്ചൊക്കെ ഒന്ന് ആട്ടി ആളെന്നെ കിടത്തി. ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് സെറ്റീൻ്റെ അടിയിൽ ഷാനാൻ്റെ എക്സാം ബോർഡ് അവളെ അതിനിടയിലൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം അടിച്ചു വാരുമ്പോൾ എനിക്കത് കിട്ടിയിട്ടില്ല.
ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ സൈഡ് അടിച്ചു വാരിയാലും നമ്മളങ്ങോട്ട് നോക്കുന്നില്ലല്ലോ. അപ്പം അതൊക്കെ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു സംഭവം എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ അവളുടെ വണ്ടി കാര്യങ്ങളും ഒക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും അടിച്ചു വാരി തുടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. 2 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ തുടക്കാറുള്ളൂ. ഇവരെന്തായാലും കയറി ഇറങ്ങാനും മുറ്റത്തൊന്നും ചെരുപ്പിടാതെ നടക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കച്ചറയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നും നമ്മൾ തുടച്ചിട്ടില്ലെങ്കിലും അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു സ്റ്റെയർ ഞാനിപ്പോൾ വീക്കിലി ആണ് തുടച്ചെടുക്കാറ് കേട്ടോ. അതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മുകളിൽ റൂമുള്ളവരനെയൊക്കെ സമ്മതിക്കണം എന്തായാലും. കാരണം അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഡെയിലി കയറി ഇറങ്ങണ്ടല്ലേ എന്തായാലും. പിന്നെ ഇപ്പോൾ അവിടെയൊക്കെ റൂമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഓട്ടോമാറ്റിക്കലി നടന്നു പോകുമെന്ന് വിചാരിക്കണം. കാരണം ഞങ്ങൾക്ക് അങ്ങനെ റൂം മേലെ ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും അതവിടെ കിടക്കട്ടെ. അപ്പം അടിച്ചുവാരൽ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പം ഇതുവരെ കിച്ചണ് വരെ അടിച്ചു വാരി എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒരു മുറത്തിൽ കോരിയിട്ട് വേസ്റ്റ് ബിന്നിൽ അങ്ങനെ കളയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റെപ്പും കൂടെ ഒന്ന് അടിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. പിന്നെ ചവിട്ടികളൊക്കെ ഞാൻ 2 ദിവസം തുടക്കണു പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് തന്നെ ചവിട്ടികൾ മാറ്റമൊന്നുമില്ല കേട്ടോ. ഒരു വീക്കിലി ഒക്കെ തന്നെയാണ് ചവിട്ടി മാറ്റാറുള്ളൂ. പിന്നെ ഞാൻ ഈ തുടക്കുന്ന ലിക്വിഡിൽ സ്കൈ വാഷ് ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കാറ് കേട്ടോ. നമ്മളെ സേവനയുടെ കുട്ടികൾ കൊണ്ടുവരാറുള്ള കേട്ടോ. നല്ല സ്മെല്ലും കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പം ആ ഒരു സ്കൈ വാഷിൻ്റെ പേര് മാറിയിട്ട് ബിസ് വാഷ് എന്നായിട്ടുണ്ട്. BIZ ബിസ് വാഷ് എന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ആ കുട്ടി കൊടുന്നപ്പോഴാണ് പേര് മാറി. കാരണം ഞാൻ വാങ്ങാതിരുന്നപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളതിൻ്റെ പേര് മാറ്റിയതാണെന്ന്. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പഠിച്ച പണി എപ്പോഴെങ്കിലൊക്കെ ഒന്ന് എടുത്ത് ചെയ്യുന്നത് നല്ലതല്ലേ. അപ്പം ഞാൻ 8ാം ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ തയ്യൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബ്ലൗസിൻ്റെ ആ ഒരു ക്ലാസ്സും കാര്യങ്ങളും എത്തിയപ്പോൾ പിന്നെ ഞാൻ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ചുരിദാർ അതങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അടിക്കും. പക്ഷെ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങാറില്ല. ഇപ്പം നമ്മുടെ നൈബർ ഒരു ടീച്ചർ ഉണ്ട് കേട്ടോ. ആളിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും ചുരിദാർ കാര്യങ്ങളൊക്കെ ഷേപ്പാക്കാൻ വരും. അങ്ങനെ പുറത്തുനിന്നല്ലാതെ വേറെ ഞാനൊന്നും വാങ്ങാറില്ല. കാരണം ഒന്നാമത് നമുക്ക് അതിന് ഇരിക്കാനുള്ള ടൈമില്ല. പിന്നെ ഇപ്പോൾ അവർ പറഞ്ഞ സമയത്ത് കൊടുക്കണം. അപ്പം അതൊന്നും എന്തായാലും ഇപ്പോൾ മിന്നുവിനെ വെച്ചിട്ട് അതൊന്നും നടക്കൂല. ഇല്ലെങ്കിലും അങ്ങനെ വാങ്ങാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അടിക്കാൻ, അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫുള്ള് ഇരുന്ന് അടിക്കുന്ന ആളാണെന്ന്. എവിടെ, മെഷീനുള്ള വീട്ടിലായിരിക്കില്ല ഏറ്റവും കൂടുതൽ കീറിയ ഡ്രസ്സ് ഉണ്ടാവുക. അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. അതാണ് സത്യം. അങ്ങനെ ഷാനയ്ക്ക് ഞാനൊരു പഴയ നൈറ്റ് കൊണ്ടൊരു ടോപ്പൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. 4 പറഞ്ഞാൽ നീ പഠിക്കാത്ത ആൻസർ ആണോ അതോ ഓർമ്മ ഉണ്ടായിട്ട് എഴുതാത്തതോ? എന്താണ് ഗാന്ധിജി ജനിച്ചതിന്റെ വർഷം കണ്ട് കിട്ടിയില്ല, മാസവും ഡേറ്റും. ഗാന്ധി ജയന്തിയാ? അതല്ല, ഗാന്ധിജി അല്ല, നെഹ്റുവിന്റെ വർഷം കിട്ടിയില്ല. മൈ ഗോഡ്. പിന്നെ കിട്ടാത്ത വേറെതും. പിന്നെ എന്താ ലാസ്റ്റ് ആഴ്ച പിന്നെ ഫസ്റ്റ് കിട്ടി പോയി. എന്നിട്ട് പിന്നത്തേല് എന്താ 3ാമത്തെ ഒരു ആൺകുട്ടി ഞാനുമായി. അതിലെല്ലാരും എന്താണ് എന്നെ പ്രോത്സാഹിച്ചു. എന്നിട്ട് 6 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് 6ാമത്തേലേക്ക് കിട്ടി. ടീച്ചർ ഞാൻ പഠിച്ചതിലില്ലാത്തൊക്കെ ചോദിക്കണേ. അതെ. എന്നിട്ട് ലാസ്റ്റത്തില് ചോദിച്ചത് ഗാന്ധിജി ജനിച്ച സ്ഥലല്ലേ, അതിന്റെ ഇപ്പത്തെ പേരെന്താണെന്ന്. പിന്നെ ഗാന്ധിജി ജനിച്ചതിന്റെ വർഷവും ഡേറ്റും ഇതൊക്കെ എഴുതാൻ പറഞ്ഞു. അതില് സ്ഥലം ഓർമ്മ കിട്ടില്ല. ഞാൻ ഇന്ത്യയിലാണ് ഇരിക്കുന്നത്. ഗുജറാത്താ? ഗുജറാത്ത് അല്ല, സോറി. എത്ര എന്നിട്ട് എത്രയിലാണ്? എത്ര ക്വസ്റ്റ്യൻ ആണ്? 10. അത് 20, 21 അല്ല, അപ്പൊ 10 ആയിഷക്ക് ഫസ്റ്റ്. 10 അവൾ ആദ്യത്തിൽ തന്നെ ഫുള്ള് ശരിയാക്കിയിരുന്നോ? 10 10 അല്ല, 10 9 അങ്ങനെ. നിനക്ക് എത്ര? 6? 6 പിന്നെ 3ാം ക്ലാസ്സിലെ കുട്ടി നിന്റെ പിന്നിലായി, 3ാം സ്ഥാനായ. എന്നാലും കുഴപ്പമില്ല. സെക്കൻഡ് എങ്കിൽ സെക്കൻഡ്. ടീച്ചർ എനിക്ക് അറിയാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എനിക്കത് കിട്ടണില്ല.
പിന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 100,000 കഥകളുണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകുമെന്ന് പറഞ്ഞൊരു 100 തവണ പറഞ്ഞാലേ ഒന്ന് കുളിക്കാൻ കയറുള്ളൂ കേട്ടോ. അപ്പോൾ ടോപ്പൊക്കെ ഇട്ട് നോക്കി, സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പാൻറ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, മുട്ടിന് താഴേക്കുണ്ട്. താഴെ നമ്മളൊരു ചെറുതായിട്ടൊരു ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുത്തൊക്കെ ഒന്ന് വലുതായിരുന്നു. അപ്പോൾ ഞാൻ ഷോൾഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി അടിച്ചു കൊടുത്തപ്പം അത് ഓക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട്, അവൾക്ക് നല്ല ചേരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കോലത്തിൽ കാണുന്നത് അവൾ ഈ വളയും മാലയൊന്നും ഇടാതെ വന്ന പാടെ അത് അഴിച്ചു വെച്ചുകൊണ്ടാണ് കേട്ടോ. പിന്നെ ആള് നല്ല തടിയുള്ളത് കൊണ്ട് കൂടിയാണ്. അപ്പൊ ഏകദേശം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും കളറും ആ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവളെ നേരിൽ കാണുമ്പോൾ വീഡിയോയിൽ എന്തോ ഒരു ഇതുപോലെ തോന്നി, എന്നാലും സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ വെറുതെ ഒരു പാൻറ് കുത്തി കയറ്റിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് ഇട്ട് നോക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഷാന പഠിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ കാര്യത്തിൽ പിന്നെ ഒരു തവണ പറഞ്ഞാൽ മതി, പിന്നെ ആൾ ഇരുന്നിട്ട് ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പം പിന്നെ ഇവിടെ എന്താ ഡ്രസ്സൊന്നും ഇടാതെ ദിക്റ് ചൊല്ലി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ആയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.